ഉള്ളിലേക്ക് കഴിക്കുന്ന മരുന്നുകൾ കാരണം മുഖക്കുരു ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടോ? എന്താ തോന്നുന്നേ? ഹായ്, ഞാൻ ഡോക്ടർ ഫിബിൻ തൻവീർ, സീനിയർ കൺസൾട്ടന്റ് ഡെർമറ്റോളജിസ്റ്റ്, സ്റ്റാർ കെയർ ഹോസ്പിറ്റൽ, കോഴിക്കോട്. ഇന്ന് ഒ പിയിൽ ഒരു ഏകദേശം 35 ഇയേഴ്സ് ഉള്ള ഒരു മെയിൽ പേഷ്യന്റ് വന്നിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് മുഖക്കുരു വന്നു എന്ന് പറഞ്ഞിട്ട് മുഖത്തും താടിന്റെ സൈഡിലും കഴുത്തിലേക്കും ഒക്കെ ആയിട്ട് കുറെ കുരുക്കൾ വരുന്നു എന്ന്. പിന്നെ ചോദിച്ചു വന്നപ്പോഴാണ് മനസ്സിലായത് കഴിഞ്ഞ ഒരു 3-4 മാസമായിട്ട് അദ്ദേഹത്തിന് ജോയിന്റ് പെയിൻ ആയിട്ട് കുറെ മെഡിസിൻസ് കഴിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് സ്റ്റിറോയിഡ്സും അടങ്ങിയിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അതായിരുന്നു പുള്ളിക്ക് പെട്ടെന്ന് ഇങ്ങനെ മുഖക്കുരു വരാനുള്ള കാരണം. ഇത്രയും കാലം ചെറുപ്പകാലത്ത് ഒന്നും ഇല്ലാതെ പെട്ടെന്ന് ഈ 35-ാം വയസ്സിൽ വന്നിട്ട് മുഖക്കുരു വരാനുള്ള കാരണം ആ മരുന്നുകൾ കഴിച്ചതായിരുന്നു. സോ ചില മരുന്നുകൾ ഉള്ളിലേക്ക് കഴിക്കുമ്പോൾ നമുക്ക് മുഖക്കുരു ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. എസ്പെഷ്യലി സ്റ്റിറോയിഡ് ഗുളികകൾ അത് ഉള്ളിലേക്ക് കഴിച്ചാലും അതെ, മുഖത്ത് പെരട്ടിയാലും അതെ, ആ ഭാഗത്തൊക്കെ ഇങ്ങനെ മുഖക്കുരു ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അതേപോലെ TBക്ക് കഴിക്കുന്ന മരുന്നുകൾ, അപസ്മാരം ഉണ്ടായി കഴിഞ്ഞാൽ കൊടുക്കുന്ന ചില മരുന്നുകൾ, പിന്നെ ഹോർമോണൽ മെഡിസിൻസ്, സൈക്കാട്രിക് ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് കൊടുക്കുന്ന ചില മെഡിസിൻസ്, എല്ലാ മെഡിസിൻസും അല്ല, പക്ഷെ ചില മെഡിസിൻസിന് മുഖക്കുരു ഉണ്ടാക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്, ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്, അതിന്റെ സൈഡ് ഇഫക്റ്റ് ആയിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. എങ്ങനെയാ അത് ഐഡന്റിഫൈ ചെയ്യുക? മെയിനായിട്ട് മരുന്ന് കഴിച്ചതിന് ശേഷം പെട്ടെന്ന് കുരുക്കൾ മുഖത്ത് വന്നു എന്നുള്ളത് തന്നെയാണ് അതിന്റെ മെയിൻ ഡയഗ്നോസ്റ്റിക് ആയിട്ടുള്ള ഒരു ഫീച്ചർ. പിന്നെ സാധാരണ മുഖക്കുരുവിൽ കാണും ഈ ബ്ലാക്ക് ഹെഡ്സ് കാണാറുണ്ട്. എല്ലാവരുടെ മുഖത്തും മുഖക്കുരുള്ള ആൾക്കാരുടെ മുഖത്ത് ബ്ലാക്ക് ഹെഡ്സ് കാണാറുണ്ട്. ഈ മരുന്ന് കഴിച്ചിട്ട് വരുന്ന മുഖക്കുരുവിന് അങ്ങനെ ബ്ലാക്ക് ഹെഡ്സ് കോമൺ ആയിട്ട് കാണാറില്ല. പിന്നെ എല്ലാം ഏകദേശം ഒരേപോലത്തെ ലീഷൻസ് ആയിരിക്കും. മറ്റേ കേസിലാണെങ്കിൽ സാധാരണത്തെ മുഖക്കുരുവിലാണെങ്കിൽ ബ്ലാക്ക് ഹെഡ്സ് ഉണ്ടാവും, ചെറിയ കുരുക്കൾ ഉണ്ടാവും, വലിയ കുരുക്കൾ ഉണ്ടാവും, പഴുപ്പുള്ള കുരുക്കൾ ഉണ്ടാവും. അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലീഷൻസ് കാണാറുണ്ട്. പക്ഷെ സാധാരണ മരുന്ന് കഴിച്ചിട്ട് വരുന്ന മുഖക്കുരുവിന് ജസ്റ്റ് ഒരേ ടൈപ്പുള്ള കുരുക്കളായിരിക്കും കാണും. പിന്നെ മുഖത്ത് മാത്രമല്ല, ചിലപ്പോൾ നെഞ്ചത്തോട്ട്, കഴുത്തിലോട്ട്, ബാക്ക്, അങ്ങനെ ഡിഫറെന്റ് ഏരിയാസിലും ഇങ്ങനത്തെ മുഖക്കുരു ഉണ്ടാവുന്നത് കാണാം. ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളത് മരുന്ന് കാരണം വന്ന മുഖക്കുരു ആണ് എന്നുള്ളത്. പിന്നെ യൂഷ്വൽ ഏജ് ഗ്രൂപ്പ് അല്ലാത്ത സമയത്ത് മുഖക്കുരു വരുന്നത്, അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മൾ മരുന്നുകൾ വല്ലതും ഉണ്ടോ എന്നുള്ളത് സസ്പീഷ്യൻ ഉണ്ടാവുന്നത്. ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചാടിക്കയറി അങ്ങനെ കഴിക്കുന്ന മരുന്നുകൾ നിർത്തേണ്ട ആവശ്യമില്ല. അത് ചേഞ്ച് ചെയ്യാൻ പറ്റുക, അങ്ങനത്തെ എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അത് കൺസിഡർ ചെയ്യാറുണ്ട്. ബിക്കോസ് മെജോറിറ്റി ഓഫ് കേസസിൽ ഇപ്പൊ TBക്കൊക്കെ ആണെങ്കിൽ നമ്മൾ എന്തായാലും അതിനു വേണ്ടി മരുന്ന് കഴിച്ചേ പറ്റൂ. അതിന്റെ കൂടെ ഈ മുഖക്കുരുവിന്റെ ചികിത്സയും കൂടെ ചെയ്യുക എന്നുള്ളത് മാത്രം അതിൻ്റെ അകത്ത് ചെയ്താൽ മതി. ഒരു ഡെർമറ്റോളജിസ്റ്റിന് നിങ്ങളെ അതിന് ഗൈഡ് ചെയ്യാൻ ഈസിലി പറ്റും. പോലത്തെ കോമൺ ആയിട്ടുള്ള സ്കിൻ ഡിസീസസിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ഇടാവുന്നതാണ്. സ്കിൻ ഡിസീസസിനെ കുറിച്ച് അറിയാനായിട്ട് സ്കിൻ സ്റ്റോറീസ് ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.